ഹലോ മുത്തുമണികളെ, സുഖല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ഞങ്ങളിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടല്ലോ മീൻ വാങ്ങി. ഇത് മീനല്ല കേട്ടോ, അത് കറുത്തേനെ. ഇതാ മീൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് ആ മീൻ. ഉണ്ടോ, ഇതാണ് ഇവിടെ കിട്ടുന്ന പുഴ മീൻ. എങ്ങനെയുണ്ട്? പക്ഷേ ഇത് നാട്ടിലെ മീനിൻ്റെ നമ്മൾ അയല മീനിൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് വറുത്ത ടേസ്റ്റാണ്, കൂടുതലും മുള്ളേക്കാരം. എന്നാലും മീനെന്ന് പറഞ്ഞ് കൂട്ടാം, അത്രേ പറ്റുള്ളൂ. അപ്പം ഞാനത് വറുക്കട്ടെ കേട്ടോ. ആദ്യം അതിലേക്ക് മസാലയൊക്കെ തിരുമ്പട്ടെ, കാണിച്ചു തരാം കേട്ടോ. വരി. അപ്പോൾ ഇതാണ് ആ മീൻ മസാല കൂട്ടാൻ പോവുക കേട്ടോ. സമയമൊക്കെ 7:30 ആയില്ലേ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് അത്യാവശ്യം എരിവുണ്ടായിക്കോട്ടെ, ഇത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം കുരുമുളക്, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി സെയിം, വേറെ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെ. മഞ്ഞൾപ്പൊടി അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്ര മീനുണ്ട് അതിനനുസരിച്ച് ഇടുക. എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഉണ്ടാക്കണേ. നമ്മുടെ മുളകും പൊടി ഇതാ, ഉപ്പ് നമുക്കില്ലെങ്കിൽ പിന്നെ ഇടാം. മീൻ ഇവിടെ റെഡിയായി കുളിച്ച് കൂട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഫിഷ് ഫ്രൈ മസാല. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു തപ്പലൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് എടുത്തായിരുന്നു, പക്ഷെ ഇപ്പം എടുക്കാത്ത കാരണം ഭയങ്കര എന്തോ ഒരു പ്രശ്നം, ഒരു പേടി അതുണ്ടാവുമല്ലോ. നമ്മളെ മൊബൈൽ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല, പക്ഷെ നമുക്കൊരു പേടി. മസാല എല്ലാം റെഡി ആയിരിക്കുന്നു. ഇനി എന്താ ഇടാനുള്ള? ഇനി കാശ്മീരി, ഇതൊക്കെ പാക്കറ്റിൽ തന്നെ ഇരിക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചത്, ഉള്ളിയും മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി മുളകൊക്കെ ചതച്ച് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വേണം കേട്ടോ കുഴക്കാൻ, എങ്കിലുള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നമ്മളൊരു കറുത്ത വാങ്ങിയിരുന്നു, 30 രൂപ 20 രൂപക്ക് വാങ്ങിയതിൻ്റെ പകുതി ഞങ്ങൾ കഴിച്ചു കേട്ടോ. വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ല കാണാനേ, ഇവിടെ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. നാരങ്ങ പിഴിയുണ്ട്, നിമ്പു പിയുന്നു. പിന്നെന്താ, നിങ്ങളെല്ലാവരും ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ചന്ത വൈകുന്നേരം ഉള്ളൂ മീനും കാര്യങ്ങളും. ചൊവ്വയും വെള്ളിയാണ് ചന്ത, മാർക്കറ്റ് ഡേ. അപ്പൊ നമ്മള് വെള്ളമൊന്നും കൂട്ടണ്ട, നല്ലപോലെ കുഴക്കുക. ഈ ഒരു നീരിൽ തന്നെ കുഴക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, നമ്മള് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പൊ ഇത്തിരിയും കൂടെ ഉപ്പിടുക. ഇതൊക്കെ അറിയാവുന്നല്ലേ. അപ്പോൾ ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ പിഴിയാൻ നാരങ്ങ അതിലുണ്ടെങ്കിൽ പോന്നോട്ടെ മൊത്തം. ഇതാ ആ മസാലയൊക്കെ മീനിലേക്ക് ഒരുങ്ങി. നമ്മളെ മീനില്ലേ, നമ്മളെ താരം മീനാണ് താരം, ഉദയനാണ് താരം എന്ന് പറയുന്നത് മീനാണ്. പക്ഷെ നമ്മളെ നാട്ടിലെ മീനിന്റെ ടേസ്റ്റ് കിട്ടൂല. എന്നാലും നമുക്ക് മീനെന്ന് പറഞ്ഞ് കഴിക്കാം, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമല്ല കേട്ടോ, അത് വളർത്തു മീനാണ്, അത് എനിക്കിഷ്ടമല്ല. പുഴമീൻ അങ്ങനെയൊക്കെ പറയാമോ അല്ലേ? പുഴമീൻ, തോട്ടിന്ന് കിട്ടുന്ന മീനൊക്കെ ആയിരിക്കും അല്ലേ, ചെറിയ തോടുകളൊക്കെ. ഏതായാലും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ച് കുഴച്ചില്ലെങ്കിൽ മുള്ളു കുത്താൻ സാധ്യതയുണ്ട്. ഇതിൽ കഴമ്പ് കുറവാണ്, മുള്ളേ ഉള്ളൂ. മുള്ളുമീൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാം. പേരൊന്നും ചോദിക്കരുത് കേട്ടോ, ഇതിന്റെ പേരെന്താന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. എന്ത് പേരൊന്നും വിളിക്കാം, നമുക്ക് ഇഷ്ടമുള്ള. പക്ഷെ കിടക്കണുണ്ട കരിമീനൊക്കെ തോന്നും. കരിമീനൊന്നും അല്ലത്, പരന്ന മീനല്ലേ, ഒരു പരന്ന മീനാണ്. എന്നിട്ട് കുഴച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, മാരിനേറ്റ് ചെയ്ത് വെക്കുക അല്ലേ. ഇതായിട്ട് വേണം മക്കളെ ചോറുന്നാനേ, വേറെ കൂട്ടാനായിട്ടല്ല കേട്ടോ. അവിടേക്ക് കാണിക്കണ്ട, അവിടെ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് ഇത്രയ്ക്ക് സൗകര്യമുള്ളൂ. അപ്പൊ ആ സൗകര്യത്തിന് ഇടക്കാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ.
ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ റെസ്റ്റ് ഒരുപാട് ചെയ്യാനൊന്നും സമയമില്ല, ഞാൻ വർക്കാണ്, കാരണം സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. മീൻ കണ്ടിട്ട് വായിൽ വെള്ളം ഊറുന്നു. പിന്നെ അങ്ങനെയാണ്, പണ്ടേ അങ്ങനെയാണ്. എന്തേലും കണ്ട വെള്ളം ഊറിയും കൊണ്ടാണ്. അതാ ഗ്യാസ് കത്തിച്ച്, ഇത് നല്ല ചൂടുണ്ടല്ലോ. നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ കണ്ടെന്തോ ഭംഗി നിറച്ചുണ്ട്. എന്നിട്ട് അത് വയ്ക്കുക. പിന്നെന്താ, ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇതാ വെളിച്ചെണ്ണ ഉറങ്ങാണ് കണ്ടോ, ഭയങ്കര ഉറക്കത്തില്ല വെളിച്ചെണ്ണ. വീഴിക്കാം. ഇതാ ഒരു ടേസ്റ്റിന് വേണ്ടിട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ആളുകളാണ്, കാരണം ഒന്നുമല്ല കേട്ടോ, വില ഇത്തിരി കൂടുതലാണ്. അപ്പൊ അത് ചൂടായിട്ട് നമുക്ക് മീൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ തിന്നാൻ പറ്റൂലല്ലോ മീന്, തിന്നാൻ പറ്റി നിങ്ങളത് കഴിച്ചു. ഭയങ്കര വയല് വെള്ളം വന്നുകൊണ്ടിരിക്കും ഇവിടെ ഒരാൾക്ക്. ഗ്യാസൊക്കെ കത്തണുണ്ട്. എന്താ മനുഷ്യ സുഖമില്ല. ചൂടായി തോന്നണു. ചൂടായി എന്നറിയാൻ നിങ്ങളുടെ വിരലൊന്ന് ടെസ്റ്റ് ചെയ്യണ്ട. നീട്ടോക്കല്ലേ. നമ്മൾ സുന്ദരമായ മീൻ പൊരിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്താന്ന് വെച്ചാല് നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ തോന്നി തിരിഞ്ഞു നോക്കും, നമ്മൾ വേഗം പോയി മത്തി വാങ്ങും. ഇതിപ്പോ പറ്റൂലല്ലോ, ഇവിടെ ഉള്ളല്ലോ. പിന്നെ വേറെ സൈസ് മീനുണ്ട്, കുറച്ച് വലിയ മീൻ, പാമ്പ് പോലെ പല രീതിയിലും ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഒരു ഇതില്ല. നമ്മളിത് പണ്ട് ഇതിവിടെ നിന്ന സമയത്ത് നമ്മൾ ഇതാ വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് വാങ്ങി. കത്തി അടിച്ചെന്നാലേ സമയം പോകണം. വെക്കണേ. എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. രണ്ടാമത്തെ ഫുള്ള് കൊള്ളൂല. രണ്ട് ട്രിപ്പായിട്ട് പൊരിക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ട് കണ്ട് പൊരിച്ചെടുക്കാം. ബാക്കി നമുക്ക് പിന്നെ പൊരിക്കാം. ഫുള്ളിടണോ? ഫുള്ളിട്ടാൽ കിട്ടില്ല. ഫുള്ളിട്ടാൽ കിട്ടില്ല, വേണ്ട. രണ്ട് സെറ്റായിട്ട് ഇട്ടായി എന്തോ ഭംഗിയില്ലേ. എന്താ രസം കാണാൻ. നീ വെന്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഞങ്ങളെ സന്തോഷത്തിന് നമ്മുടെ സന്തോഷം. മീൻചട്ടിക്ക് അപ്പം നമ്മളെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറിച്ച് നോക്കാം കേട്ടോ, കിട്ടുമെന്ന്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അങ്ങനെയാണ്, ഈ ചട്ടിയിൽ നിന്ന് കിട്ടൂല. കിട്ടി അല്ല രക്ഷപ്പെട്ടു. ഒരാൾ പോന്നേ, അടിപൊളി. അങ്ങനെ ഇതൊക്കെ ഞാൻ മറിച്ചിടട്ടെ, ഓരോന്നായിട്ട്. തീ ഓഫാക്കാതാണ് നല്ലത്. ഭാഗ്യമുണ്ട് ഈ ചട്ടിന്. കിട്ടി. ലൈക്ക് വെക്കാനായിട്ടില്ല, ഒന്നുകൂടി വേവാണ്ട്. അടുത്ത ഭാഗം കൂടി അങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലേ. മറ്റേ ഭാഗം വേഗണ്ടേ, ഒരു ഭാഗമല്ലേ വെന്തോളൂ. കുറച്ച് ക്ഷമ കാണിക്കണമെന്നുള്ളൂ, അപ്പോൾ കിട്ടും. എല്ലാം മറിച്ചോ? മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ അപ്പുറം കൂടെ വെന്തിട്ട് ഇനി എല്ലാം ശരിയാക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഞങ്ങളെ മീനൊക്കെ അടിപൊളിയായി 2 ട്രിപ്പായിട്ട് പൊരിച്ചു കേട്ടോ. ഇത് ഞാൻ അയക്കന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് ചോറുന്നാലോ. ചോറുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മീൻ കിട്ടിയ എന്തോ സംഭവം കിട്ടിയ പോലെയാണ്, അതുകൊണ്ട് മീൻ കൂട്ടി ചോറിനാ ആളക്കല്ലേ. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ മക്കളെ, ഗുഡ് നൈറ്റ്, ബൈ.